കനൽ യാത്ര വന്നു നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ മാവേലിക്കര മണ്ഡലത്തിലാണ്. ജനപ്രിയ MLA ആരാണെന്ന് ഇന്ന് ഏത് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാലും അവർ ഒന്നേ പറയുന്നുള്ളൂ, MS അരുൺകുമാർ. അതൊരു വലിയ ചരിത്ര സംഭവമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു തുടർഭരണം മാവേലിക്കരയിൽ കേരളത്തിലുണ്ടാകും. അതിനോടൊപ്പം മാവേലിക്കരയും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 5 വർഷം മുമ്പ് BMBC റോഡുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം BMBC റോഡുകളിലൂടെ നടക്കുന്നവർ ഗ്രാമീണ റോഡുകൾ കൂടി BMBC നിലവാരത്തിലേക്ക് വരണമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ എന്നുള്ളത്, സർക്കാർ പണം ഉപയോഗപ്പെടുത്തിയാണ് നമ്മളെ പഠിപ്പിച്ചത്. അത് ജനങ്ങളുടെ പണമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ ജനങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു, നാടിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ കനൽ യാത്ര വന്നു നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ മാവേലിക്കര മണ്ഡലത്തിലാണ്. എന്നോടൊപ്പം നമ്മളുടെ ജനപ്രിയ MLA ആരാണെന്ന് ഇന്ന് ഏത് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാലും അവർ ഒന്നേ പറയുന്നുള്ളൂ, MS അരുൺകുമാർ. അതൊരു വലിയ ചരിത്ര സംഭവമാണ് കേട്ടോ. കാരണം നവാഗതനായിട്ട് കടന്നു വരികയും ആ ഒരൊറ്റ ടേൺ കൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും മനസാക്ഷി കവരുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. സന്തോഷം, വിപ്ലവ അഭിവാദ്യങ്ങൾ. ജനപ്രിയ MLA ആരാണെന്ന് ചോദിച്ചാൽ പറയുന്നത് നമ്മുടെ പേരാണ്. ഇനി വേറൊരു പ്രചരണ ആയുധം വേണോ? അങ്ങനെയല്ല, എല്ലാവരും ജനപ്രിയരായ MLA മാരെ ഇടതുപക്ഷത്തിന്. കാരണം അഴിമതിയില്ലാതെ സത്യസന്ധമായി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ഓരോ MLA മാരും നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായും ആ കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി, ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതെല്ലാം ഏറ്റവും നന്നായി നമ്മുടെ മണ്ഡലത്തിലേക്ക്, എല്ലാ മണ്ഡലത്തിലേക്കും വരുന്നു, നമ്മുടെ മണ്ഡലത്തിലേക്ക് അത് ഭംഗിയായി വരുന്നു എന്നുള്ളതാണ്. അത്രമാത്രമേ ഉള്ളൂ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു തുടർഭരണം മാവേലിക്കരയിൽ കേരളത്തിലുണ്ടാകും. അതിനോടൊപ്പം മാവേലിക്കരയും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഈ 5 വർഷക്കാലം കഴിഞ്ഞു. 5 വർഷക്കാലം മുമ്പ് ഒരു 5 വർഷക്കാലം ഉണ്ടായിരുന്നു. ആ 5 വർഷക്കാലവും തീർച്ചയായും 2016 ശേഷം ഇടതുപക്ഷം വികസന പ്രവർത്തനങ്ങൾക്കകത്തും ക്ഷേമ പ്രവർത്തനങ്ങൾക്കകത്തും പ്രത്യേകമായ ഇടപെടൽ നടത്തി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി. ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള നാടായി നമ്മുടെ നാട് മാറി. എല്ലാവർക്കും വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക്, അതൊക്കെയാണല്ലോ ഒരു പാവപ്പെട്ടവനെ കുറിച്ച്, ഒരു സാധാരണ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ നിന്ന് പട്ടിണിയില്ലാതെ ജീവിക്കുക, അതോടൊപ്പം തന്നെ ഒരു നല്ല കൂര ഉണ്ടാകുക, പിന്നെ ഭൂമിയില്ലാത്ത മനുഷ്യരാണെങ്കിൽ ഭൂമി ഉണ്ടാകുക. 4,10,000-ത്തിലധികം പേർക്കാണ് ഭൂമി ഉണ്ടാകുക. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്താണ് കരിമുളയ്ക്കൽ ജംഗ്ഷൻ. കരിമുളയ്ക്കൽ ജംഗ്ഷൻ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രശ്നം, 40-46 വർഷത്തെ ഒരു പ്രശ്നമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് പരിഹരിക്കപ്പെട്ടു. 21 പേർക്ക് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടെ നിങ്ങൾ വന്നു നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോ ഇടത്ത് ചൂണ്ടിക്കാണിക്കാൻ, ഓരോ പ്രദേശത്തും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വികസനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മിനി സിവിൽ സ്റ്റേഷൻ, ചാരുമൂട് മിനി സിവിൽ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ പ്രവർത്തനവും ആ നിലയിലുണ്ട്. തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ ഒരു തുടർഭരണം കേരളത്തിനകത്തുണ്ടാകും. 3ാം ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരും. അതിനോടൊപ്പം മാവേലിക്കരയും ഉണ്ടാകും. ആദ്യം മുതൽ തീരുമാനിച്ചാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നുള്ളത്. അതിൻ്റെ ഒരു പ്രയാസം ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ നമുക്ക് എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം കൊടുക്കാനായിട്ടുള്ള സമീപനം സ്വീകരിച്ചത്. അതിനകത്ത് പകുതി ഫണ്ട് വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ് വെക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൂടി അതിനകത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ 2024 ഓഗസ്റ്റ് 18 ശേഷം ഇത്തരം പദ്ധതികൾ നിർത്തിവെക്കുന്ന നിലയിലേക്കൊരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. അതിന് NOC ഒന്നും പിന്നീട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത ബജറ്റിൽ അവർ 2028 അത് നീട്ടിയിരുന്നു. പക്ഷെ എന്നാൽ നമുക്ക് ഇതുവരെ NOC കിട്ടുന്ന സമീപനം ഉണ്ടായില്ല. പലപ്പോഴും നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ ഭാഗമാണോ എന്നൊരു സംശയിക്കേണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വള്ളികുന്നം പഞ്ചായത്തിലും പാറ്റൂർ കുടിവെള്ള പദ്ധതിയുടെ ഒക്കെ ഭാഗമായി ടാങ്കികളും അതോടൊപ്പം ലൈനുകളും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് എൻ്റെ അത്രയും പ്രായമുള്ള കുർത്തിക്കാട് കുടിവെള്ള പദ്ധതി ഇതുവരെ വെള്ളം ചെന്നിട്ടില്ല. പക്ഷേ ആ പദ്ധതിയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന റെയിൽവേ ലൈന് മുകളിലൂടെയുള്ള ആർച്ച് ബ്രിഡ്ജൊക്കെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇനി അതൊന്ന് കണക്ഷൻ കൊടുക്കണം. അതിനാവശ്യമായ ഒരു NOC കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും. പ്രഥമ പരിഗണന നമ്മളത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം 98% പദ്ധതികളും പൂർത്തീകരിച്ച് കിടക്കുകയാണ്. ഇനി വെള്ളം കയറ്റി വരിക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. പിന്നെ നമുക്കൊരു ടൂറിസം കേന്ദ്രമായി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് വരുമാനം കിട്ടാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറി കൂടി വിപുലപ്പെടുത്താൻ പാലമേല്, കരിങ്ങാൽ, ഞങ്ങൾ ഈ വലിയ പുഞ്ചയുള്ള പ്രദേശം, ഓണാട്ടുകരയെ കാർഷിക സമൃദ്ധിയുടെ നാടാണ്. അപ്പോൾ ഈ പുഞ്ച ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം രൂപപ്പെടുത്തി ഫാമേഴ്സ് ടൂറിസം ഉൾപ്പെടെ
അതിനോടൊപ്പം ഈ പുഞ്ചയൊക്കെ കാണാൻ നല്ല മനോഹാരിതയാണല്ലോ. അതെ അതെ അതിനെല്ലാം ഒരു എക്കോ ടൂറിസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ പുഞ്ച കേന്ദ്രീകരിച്ചുള്ള ആ പദ്ധതികൾ. പിന്നെ തീർത്ഥാടന കേന്ദ്രം ഈ മാവേലിക്കരയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിസ്റ്റുകളും അതെ ഒക്കെ അതെ ഉണ്ടായിരുന്ന ഒരു കാലം. ഒരുപാട് ചരിത്രം പറയാനുണ്ട്. അതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടൊരു ടൂറിസം സർക്യൂട്ട് ഇതെല്ലാം വരുമാനം ആർജിക്കാൻ കഴിയുന്ന പദ്ധതികളാണ്. ഈ ഗവൺമെന്റിന്റെ കാലത്താണ് ഒരു 12 നേഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുമ്പോൾ അതിലൊന്ന് മാവേലിക്കരയിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പാരാമെഡിക്കൽ സംവിധാനങ്ങളൊക്കെ ഇനിയും തുടർന്ന് രൂപപ്പെടുത്തണമെന്നുള്ളതാണ് മനസ്സിലാഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പിന്നെ പുതിയാവുമായി ബന്ധപ്പെട്ട് നല്ല മാവേലിക്കര ടൗണുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി വന്നൊരു ബൈപ്പാസാണ്. അതിനെക്കുറിച്ചെല്ലാം എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ തയ്യാറായിട്ടുണ്ട്. മിച്ചൽ ജംഗ്ഷൻ്റെ വികസനമുണ്ട്. കോടതി കേസുമൊക്കെയായി ബന്ധപ്പെട്ട് ഇങ്ങനെ എഴഞ്ഞ് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിനനുസരിച്ച് അതിൻ്റെ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നടന്നു. പിന്നെ റെയിൽവേ മേൽപ്പാലമാണ്. സ്ഥലമേറ്റെടുപ്പെല്ലാം പൂർത്തീകരിക്കും. വേഗത്തിലാണ് നമ്മുടെ ഗവൺമെൻറ് സമയത്ത് വേഗത്തിൽ അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 1.5 വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകും. ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 മണിക്കൂറൊന്നും പറഞ്ഞു തീരത്തില്ല. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ഘട്ടത്തിൽ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചു. അത് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ തലയ്ക്കുമെതിരെ വെള്ളം വന്ന അതിനുമേലെ തോണി കെട്ടാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചാണ് വന്നത്. ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കരുത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും ജില്ലാ പഞ്ചായത്ത് വന്നെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിയും. അപ്പോൾ ചില ആളുകളുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇരുന്നപ്പോൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, അന്ന് സൗജന്യമായി പഠിക്കാൻ കഴിയില്ല, പഠിപ്പിക്കാൻ വിടാനുള്ള സംവിധാനം വീട്ടിലുണ്ടായെങ്കിലല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്കിൽ ഇരുന്ന് എഴുതുന്നവർക്ക് മനസ്സിലാകുന്നത്. കാരണം അതിദാരിദ്ര്യമില്ലാതിരുന്ന ഒരു സംസ്ഥാനത്ത് പട്ടിണിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പട്ടിണി എന്താണെന്ന് ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അതിന്റെ രുചി മനസ്സിലാക്കിയവനെ അറിയുള്ളൂ. അതെ അതെ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. വീടില്ലാത്ത മനുഷ്യന്റെ പ്രയാസം പറയുന്നത് വീടില്ലാത്ത മനുഷ്യന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചവരോടെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അതല്ലാത്തൊരു സമൂഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. 5 വർഷം മുമ്പ് BMBC റോഡുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ഇപ്പം BMBC റോഡുകളിലൂടെ നടക്കുന്നവർ ഗ്രാമീണ റോഡുകൾ കൂടി BMBC നിലവാരത്തിലേക്ക് വരണമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ ഭാഗമായി നിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്, അതായത് നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ എന്നുള്ള സർക്കാർ പണം ഉപയോഗപ്പെടുത്തിയാണ് നമ്മളെ പഠിപ്പിച്ചത്. അത് ജനങ്ങളുടെ പണമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ ജനങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു, നാടിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചർച്ചകളിലൂടെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാമോ, നാടിൻ്റെ വികസനത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അഴിമതിരഹിതമായി സത്യസന്ധമായി സുതാര്യമായി പ്രവർത്തിക്കുക, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം കനൽ ടീം ഇവിടെ വന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇടതുപക്ഷത്തിൻ്റെ മുഖമാണ് കനൽ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ എന്നാൽ അതിനേക്കാളപ്പുറം ഇത്തരം കാര്യങ്ങൾ ഈ സമയത്ത് നമുക്കറിയാം, ഒരു നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പലപ്പോഴും. സത്യം ചെരുമ്പിടപ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്ന് പറഞ്ഞോണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ നടത്തുന്ന വലിയ പരിശ്രമത്തെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുക കൂടി ചെയ്യും. തീർച്ചയായിട്ടും. എനിക്ക് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ ഒരു MLA ഞങ്ങൾക്ക് സമ്മാനിച്ച അമ്മയ്ക്ക്, വിലാസിനി അമ്മയ്ക്ക് ഒരു വലിയ വിപ്ലവ അഭിവാദികൾ. സന്തോഷം. ലാൽ സർ.